ഹൈ ഗൈസ്, സമയം ഒരു 4 മണിയായി. അപ്പം വേഗം പോയി ഒരുങ്ങി വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവനുമായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ മഴയാണ്ട് ഇവനാണ് ബെസ്റ്റ്. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടായിരം രൂപ 2000. അപ്പൊ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് ഞാൻ ഇതുവരെ സ്ഥലം പറഞ്ഞില്ലല്ലേ. വേറെ ഒന്നുമല്ല, നമ്മുടെ രാജാത്തോട്ടം റോസ്മലൊക്കെ അടുത്തുള്ള നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള, അതായത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള റോസ്മലൊക്കെ അടുത്തുള്ള രാജാത്തോട്ടം തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിനി ഇവിടുന്ന് കൊട്ടാരക്കര ചെന്ന് അവിടുന്ന് പോവാണ്. കൊട്ടാരക്കര റൂട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മള് കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നതാണ്. അങ്ങനെ ഓരോ ദിവസത്തേക്ക് അതിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ്. അവിടെ ചെല്ലുക, ഒന്ന് റിലാക്സ് ആവുക, ഒരു പാട്ടൊക്കെ കേട്ട് ഒരു വ്ളോഗൊക്കെ എടുത്ത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. കാരണം നമ്മൾ രാവിലെ തന്നെ പോകുന്ന രസമല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 2.5 മണിക്കൂറോളം ഉണ്ട്. മൊത്തത്തിൽ ഒരു 82-83 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ കഴിച്ച് ഇപ്പം കൊട്ടാരക്കര ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം പോവാം. അപ്പൊ കഴിച്ച് അത് മാത്രമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ബാഗുണ്ട്, അതിൻ്റെ അകത്താണെങ്കിൽ ഒന്ന് മെയിനായിട്ട് കുറച്ച് ഉപ്പ്. അത് വേറെ ഒന്നുമല്ല, അവിടെ കൊളയട്ട കാണും, ഒരുപാട് കാണും. അന്നേരം അഥവാ കയറുകയാണെങ്കിൽ അതിനെ കളയാലോ ഉപ്പുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പ്, പിന്നെ 2 സ്നാക്സ് ഐറ്റം. അത് അവിടെ വിശക്കുവാണ്, അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി 2 സ്നാക്സ് ഐറ്റം, പിന്നെ ഒരു കുപ്പി വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് ബാഗിലുള്ളത്. മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഇവിടെ എത്തിയപ്പോ തന്നെ നമ്മുടെ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ആ സൈഡ് നോക്കുമ്പോഴും അടിപൊളി വൈബായിട്ടുണ്ട്. ഗൈസ്, ഇതാണ് പുനലൂർ പാലം. അപ്പൊ ഗൈസ്, നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് അവിടെ എത്തുമ്പോഴെങ്കിലും മഴ കുറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്റെ കീഴിൽ കയറും, എന്നാ കുഴി പോലും കാണാൻ വേദം. അവിടെ എത്തുമ്പോഴെങ്കിലും മഴ കുറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ആര്യങ്കാവ് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ആണ് വേണ്ട. ഇതാണ് നമ്മുടെ തെങ്കാശി ചെങ്കോട്ടെ പാത, ട്രെയിൻ റൂട്ട്. അത് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാലോ.
അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെത്തി. ഇങ്ങോട്ടൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടൊരു വഴി നമ്മള് വലത്തോട്ടുള്ള വഴി കയറി. ഇനി നേരെ അങ്ങ് പോയാൽ മതി. നേരെ പോകുമ്പോ പിന്നെ അവിടുന്ന് ഒരു ഇടത്തോട്ടൊരു വഴിയുണ്ട്, ആ വഴിയാണ് രാജാത്തോട്ടം. അല്ലാതെ പോവാണെങ്കിൽ റോസ്മല. പക്ഷെ അപ്പൊ നമ്മള് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ രാവിലെ ഇറങ്ങിയോണ്ട് രാജാത്തോട്ടം പോകുന്നത് ഈ വഴിയുണ്ട്. ആണോ? അടി തട്ടുവോ? ഞാൻ കൊണ്ടുപോകത്തില്ല കാർ. റോഡിപ്പോ മോശമാണ്. കയ്യിൽ വണ്ടി എവിടെ കാട്ടി വെച്ചിട്ട് മരം പറ്റുമോ നോക്കാം. കേട്ടോ, കാട്ടി വെച്ചിട്ട് വണ്ടി പോകേണ്ടി മലമേഖലയാ. മലമേഖല എന്ന് പറഞ്ഞാൽ മലയിൽ പോകുന്നത് മേഖലയില്ല. ആ ബലം വെച്ച് വലിച്ചോണ്ട് പോവോ? ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആനയും കാര്യങ്ങളൊക്കെ പിന്നെ അന്നം കണ്ട് വന്നേ, പിന്നെ അതൊക്കെ പാതി പോവും. അങ്ങ് നിരപ്പ് ഒന്ന് പോകുമ്പോ പല റോഡാ. നേരെ പോയി കഴിഞ്ഞ് എടുത്തോട്ട് ഒരു ചാറിടാത്ത ഒരു ജീവിതത്തെ കൃഷിമല പോകണം. അവിടെ ടൂറുകാരെല്ലാം പോക്ക് അവിടെ. അവിടം വരെങ്കിലും വണ്ടി ഒന്ന് പോകും നോക്കാം. അവിടെ പോയാൽ രക്ഷപ്പെട്ടു. മൃഗമല പോകണല്ലോ. റോസ്മല പോകണ്ട, അവിടെ പോയി അവിടെ മതി. അവിടെ വണ്ടി ഒതുക്കിയിട്ട് നടക്കാലോ. അവിടൊക്കെ വണ്ടി നോക്കില്ല. അവിടെയൊക്കെ പിന്നെ ആൾക്കാർ താമസമുള്ള. നമുക്ക് കുറച്ച് ഓഫ് റോഡാണ്. ഈ കാറിന്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പൊ ആദ്യമായിട്ടല്ലേ വരുന്നത്. നമ്മള് ഇതിലെന്തായാലും കയറി നോക്കാം. നമുക്ക് കുറച്ച് പോയാൽ മതി. അവിടെ രാജത്തോട്ടത്തോട് തിരിയുന്ന റോഡിന്റെ അവിടെ കയറി പിന്നെ കുറച്ചുകൂടെ പോയി നിർത്താൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അടി മുട്ടാതെ പോകാം. അറ്റം പിടിച്ചെങ്കിൽ പോവാം. രാജാത്തോട്ടം റൂട്ട് കയറുമ്പോ സ്പേസ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. എങ്ങനെയായാലും പോയ ഒക്കത്തോള് എന്തായാലും പോയിട്ടേ വരുത്തുള്ളൂ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. പക്ഷെ കുറച്ച് ഓവറാണോന്നൊരു ഡൗട്ട്. കാരണം നല്ല മഴ വരാൻ പോവുകയാണ്. ഒന്നാമത് ആരുമില്ല, നമ്മളെ ഉള്ളെന്നാ തോന്നുന്നത്. നോക്കി എന്തായാലും പോവാ. ഇനി അങ്ങോട്ട് എങ്ങനെയാ റോഡെന്ന് അറിയാൻ വയ്യ. അന്ന് നമ്മൾ വന്നിട്ടിപ്പോ ഒരുപാട് നാളായി. അന്ന് വന്നതിനേക്കാളും മാറ്റം കാണുമല്ലോ. നോക്കി പോവാ. അത്യാവശ്യം സീനായിരുന്നു. ഒന്നാമത് പാട് വിട്ട് കയറി വരുന്നത്. അതിന്റെ വഴിക്ക് ഒരു KSRTC ഇറങ്ങി വന്നു. നമുക്ക് ഒതുക്കാൻ സ്ഥലമൊന്നുമില്ല. എന്നാലും ഒരുവിധം നമ്മൾ ഒതുക്കി എങ്ങനെയോ അങ്ങ് കയറി. അപ്പൊ ഒരുവിധം നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ഒതുക്കി ഇട്ടേക്കുവാണ്. വണ്ടിയൊക്കെ നോക്കിയതാ. അപ്പൊ ഇനി നമുക്ക് പോവാം. അങ്ങനെയാണ് രാജത്തോട്ടത്തിന്റെ ബോർഡാണ് ഈ കാണുന്നതുകൊണ്ട്. ആ ബോർഡാണ് രാജത്തോട്ടം. അതായത് ഇടത്തോട്ടുള്ള റോഡാണ്. ആ റോഡിന് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നേരെ ആ റോഡൊന്ന് പോയി നോക്കാം. അല്ലെ ഇവിടെങ്കിലും ഒടുക്കിയിട്ട് പോകേണ്ടി വരും. നോക്കട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ഈ ഇടത്തോട്ട് കാണുന്ന റോഡാണ് രാജാത്തോട്ടം. നമ്മൾ കാണേണ്ട വണ്ടി നമ്മൾ ഇവിടെ ഒതുക്കി ഇട്ടിട്ടുണ്ട്. കാരണം വണ്ടി പോവില്ലോ എന്ന് എനിക്ക് അറിയണോ. കാറാണ്. നമുക്കൊന്ന് കുറച്ച് നടന്ന് നോക്കിയിട്ട് പോകുന്നെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി പോകുന്നതാണെങ്കിൽ നല്ലത്. നടന്നൊന്നും ആരും പോകുന്നില്ല, എന്തോന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് വണ്ടി ഇട്ടിട്ട് നമുക്ക് നടന്നു പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വണ്ടി ഈ വഴി അങ്ങ് പോയാൽ മതി. അപ്പോൾ വണ്ടി എടുക്കാനേ കാര്യമായി. ഈ റൂട്ട് നമ്മുടെ വണ്ടി എന്തായാലും വരത്തില്ല, റിസ്ക് ആയിരുന്നു. വന്നെങ്കിൽ തന്നെ തിരിച്ചു വരാൻ നല്ല പാടായിരുന്നു. ആ റോഡെല്ലാം കണ്ടോ, മൊത്തം കളായി കിടക്കുവാണ്. അപ്പം നടന്ന് തന്നെ നോക്കാം. വണ്ടി എടുക്കാനേ കാര്യമായി. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മാമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി മൊത്തത്തിൽ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് കുരിശുമല വരെ എത്താൻ. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് വണ്ടി അവിടെ കിടക്കട്ടെ, അതാ നല്ലത്. ഇറങ്ങാൻ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് നടക്കാം, ഒന്ന് ഇച്ചിരിയല്ലേ ഉള്ളൂ. ഗൈസ് താണ്ടേ കുരിശുമല ഇങ്ങോട്ടാണേ. ഒന്നും പറയല്ല, അടിപൊളി വിഷ്വൽ ലുക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് ഇത്ര ആയിട്ടുണ്ട്. ഇനി എത്ര ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, നടന്ന് നോക്കാം. ഹോളി ക്രോസ് ചർച്ച് രാജാത്തോട്ടം.
ഇവിടെ നമ്മൾ ഈ വഴി തന്നെ. ഗൈസ് അങ്ങനെ താണ്ട നമ്മളാ കുരിശ് കണ്ട് ഇനി അവിടുന്ന് മേലോട്ട് പോയാൽ എന്നാണ് പറഞ്ഞത്. വരുന്നവർക്ക് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ് വന്നത്. പിന്നെ കാറിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും വരാം. ഉച്ചയല്ല, നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അവിടെ നടന്ന് തന്നെ വന്നു, കുറച്ചധികം നടന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് മേപ്പോട്ട് കയറാം. ഇതാണ് നമ്മൾ ആദ്യത്തെ കുരിശ്. ഇവിടെ ബൈക്കേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ബൈക്ക് വയ്ക്കും, പിന്നെ ഈ റൂട്ട് മേപ്പോട്ട് പോകും. നമുക്ക് മേളിലൊരു കുരിശുണ്ട്, അവിടം വരെയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഇതുവഴി കയറുവാണ്. ഇതായിരിക്കുമല്ലോ വഴി. കുളയട്ടയും കാര്യങ്ങളും കാണും. ആരും ഇല്ലെന്ന് തോന്നുന്നു, നമ്മളെ ഉള്ളൂ. അത്യാവശ്യം കയറാറുണ്ട് കേട്ടോ, കുഴഞ്ഞ്. കയറ്റമാണ്. ഇത് എൻജോയ് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇത്രയും കയറി വന്നിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ദൂരം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കയറി തന്നെ നോക്കണം, അത്യാവശ്യം ഉണ്ട് കേട്ടോ കയറാൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളി ലുക്ക്. ഞാനത് കണ്ടു നോക്ക്. നമുക്ക് ഇനിയും കയറാനുണ്ട്, വേണ്ട ഇതുവഴി ഇനിയും പോകണം. ഗൈസ് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളെന്നാ തോന്നുന്നത്, നമുക്ക് നോക്കാം. അന്യായ ലുക്ക് നോക്കി, ഇനിയും ഉണ്ട് കണ്ടാ. ഈ ക്യാമറയിൽ എത്രമാത്രം ഇത് വരുന്ന എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ വിഷയമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് പോയിട്ടും ബാക്കി കാണിച്ചു തരാം. സത്യം പറഞ്ഞ കുറച്ച് കുഴഞ്ഞ്, കാരണം ഒരുപാട് നടക്കണം. അവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു വന്നതാ, അപ്പോൾ നടക്കാനുണ്ട്. പക്ഷെ ഈ ലുക്ക് കാണുമ്പം അമ്മാര് ചാർജ് ആവുക. ഇത്രയും കുഴഞ്ഞു വന്നാലും ഈ ഒരു ലുക്ക് കാണുമ്പോൾ, ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ ചാർജ് ആവും. അതൊക്കെ വിഷയം. ലുക്ക് ബോർഡുണ്ട്, തണുപ്പുണ്ട്, തിരിച്ചു വെച്ച് കാണിച്ചു തരാം. കുറച്ചു നേരം ഇവിടെ ഇരിക്കുവാണ്. 1 കിലോമീറ്റർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. കയറാണ്ട് നേരിട്ടൊരു വിഷുവല ഉണ്ടെന്ന് പറഞ്ഞ് അവിടം വരെ പോകാനാണ് ഉദ്ദേശം. പക്ഷെ അതുവരെ കാണുന്നില്ല, അത് നോക്കി നടക്കുകയാണ്. അവിടം വരെ ഉണ്ടെങ്കിൽ അത്രേ പോകുന്നുള്ളൂ. പിന്നെ നമ്മൾ വരുവാണ് ഇവിടെ നിന്നിട്ട്. അപ്പം അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയില്ല, ഇല്ല. പക്ഷേ നടക്കുന്നുണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി പോകാം. അപ്പൊ നമ്മൾ ഈ ടോപ്പ് എത്താറായിട്ടുണ്ട്. പിന്നെ സോഷ്യലായിട്ട് വരുന്നത്, പിന്നെ താഴ്ന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്. ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇത്ര നേരം. ടോപ്പാണ് വിഷയം. അപ്പൊ അവിടം വരെ ആയി ഏതാണ്ട്. അപ്പൊ ഒന്നും പറയില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ കിട്ടില്ല. ഇത്ര നേരം നമ്മളിവിടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഇപ്പൊ അവരോട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയാണ്. വരാൻ പറ്റുന്നവരൊക്കെ വന്നു പോകുക. അടിപൊളി സ്ഥലമാണ്. നല്ല ഇവിടെ ഇന്ത്യയെ കാണിച്ചു തരും ഒരുപാട്. ഇനി കുറച്ചുകൂടെ കയറിയാൽ മതി. എപ്പൊക്കെ
ചേട്ടന്മാരോട് ഒരു ചായ ഒക്കെ തന്നിട്ടുണ്ട്. ഈ താഴെ കാണുന്നുണ്ടോ, ഇനി അതിലേക്കൂടെ നമ്മൾ താഴെ തിരിച്ച് ഇറങ്ങി പോകേണ്ടത്. കയറി വന്നപ്പോ തോന്നുന്നില്ല, ഇവിടെ നോക്കുമ്പോൾ നല്ല ഇറക്കം പോലാണ് തോന്നുന്നത്. ഇവിടെ ഇനി അതിലെ കൂടെയാണ് താഴോട്ട് പോകേണ്ടത് കേട്ടോ. ഗൈസ്, അത്യാവശ്യം റിസ്ക് ആണ്. മഴയോട്ടോട്ട് തിരിച്ചിറങ്ങിയത് തോന്നി. പക്ഷെ എന്നാലും ഇത് എൻജോയ് ചെയ്ത് അഡ്വഞ്ചർ ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് വരാം, തീർച്ചയായും വരാം. അടിപൊളി സ്ഥലമാണ്. അല്ലാത്തൊരു സോളോ വരും. കാരണം ഇച്ചിരി പേടിയാവും ടോപ്പത്തും. ബാക്കി ഇറങ്ങിയിട്ട് ഇറക്കാൻ ഇറങ്ങണം. അപ്പൊ നമ്മള് രാജ്യത്തോടെ മൊത്തം കയറി ഇറങ്ങി വരുന്ന വഴിക്ക് ഇപ്പൊ കുറെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഒരു ആനിമാർക്ക് കണ്ട് സംസാരിച്ച് അങ്ങോട്ട് കയറിയപ്പോ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറെ ചേട്ടന്മാരെ കിട്ടി. അത് നമ്മൾ ഇറങ്ങിയപ്പം കുറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. തിരിച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം മഴയും നനഞ്ഞ്, പക്ഷേ എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഇറങ്ങി വന്നത്. പിന്നെ ചെറിയ രീതിയിൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയറാൻ. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നവർക്ക് അത് ഓക്കെയാണ്. അത് മാക്സിമം ഫീൽ ചെയ്ത് പോവാം. നല്ല രീതിയിൽ റിലാക്സ് ആകാൻ പറ്റി. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇതിൽ അടിപൊളിയാണ്, സൂപ്പറാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒന്നും പറയല്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നീ ഇവിടുന്ന് ഇറങ്ങാം. 2 വണ്ടി ഇരിപ്പുണ്ടാവാം. മേളി വെച്ചേണ്ട ചേട്ടന്മാരുടെ വണ്ടി. ടാറ്റാ. അപ്പൊ ഞങ്ങള് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ശരിക്കും വന്നത്. മേളിൽ പോയിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു വന്നതാ. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ പറ്റിയില്ല. അതുകൊണ്ട് ഇനി പോകുന്ന കഴിക്കണം കഴിക്കാം. അങ്ങനെ കൊണ്ടുവരുന്നവരാണെങ്കിൽ തന്നെ അവിടെ ഒന്നും അതിന്റെ വേസ്റ്റും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. അപ്പൊ ഇനി ഞങ്ങള് തിരിച്ച് പോകുന്ന വഴിക്കണം കയറി ഫുഡ് അടിക്കണം. എന്നിട്ട് അതുവഴി ഞങ്ങൾ പോകണം. അതാണ് പ്ലാൻ. അപ്പൊ നമ്മൾ ഇറങ്ങി വന്ന് മെയിൻ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുവാണ്. ഫുഡൂടെ കഴിച്ച് നമ്മൾ വീഡിയോ വെക്കാൻ ചെയ്യാണ്. അപ്പൊ ആരെയും കാവില്ല. അതായത് നമ്മൾ മെയിൻ റോഡ് കയറി വരുന്നിടത്ത് വെച്ച് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഊണാണ് കഴിച്ചത്. എല്ലാം കഴിച്ച് റെഡിയായി നമ്മൾ പോവാണ്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ വീട്ടിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് എനിക്ക് ഇനി ആവശ്യമാണ്. കാരണം നമുക്ക് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് എടുക്കണം. ഈ സ്ഥലത്തെ പറ്റി പറയുന്നത് രാജ്യത്തോട് അടിപൊളി സ്ഥലമായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അതായത് നമ്മുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അല്ലാതെ സ്വന്തം വോയിസിൽ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റുമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ആ സന്തോഷത്തിനെ പുറത്ത് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ റോസ് മലയിലോട്ടൊന്ന് പോയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഫോണിന്റെ ചാർജ് ഏകദേശം മൊത്തം തീർന്നു. റോസ് മല ഒന്ന് കയറി കണ്ടു തിരിച്ചു വന്നു. ഒരുപാട് വീഡിയോസോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി, അല്ലാതെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരെ തൽക്കാലം ടാറ്റ ആൻഡ് താങ്ക് യു.